ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഒരുപാട് നാളായില്ലേ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. എനിക്ക് കുറച്ച് ബിസി ആയിരുന്നു. എനിക്ക് കുറച്ച് കോളേജും വർക്കും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ എം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാം. ഓക്കെ, സോ എനിക്ക് ചോദിക്കാനുള്ളത്, ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ഐ വിഷ് I look different, or why am I not looking like them? അല്ലെങ്കിൽ like every time when you dress up or like when you go out in public, you feel like you aren't just enough. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് നമ്മളെല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മളിപ്പോൾ ഒരു ചെല്ലപ്പേരൊക്കെ ഇട്ട് വിളിക്കുന്നതാണ് ഇൻസെക്യൂരിറ്റി എന്നുള്ളത്. അപ്പോൾ ഞാൻ കുഞ്ഞിലെ മുതലേ ഒരു ചബ്ബി ആയിട്ടുള്ള ശരീരമുള്ള ആളാണ്. ഒരു ശരീരപ്രകൃതി എനിക്ക് എപ്പോഴും കുറച്ച് വണ്ണമുള്ള കുട്ടി എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നതൊക്കെ. സോ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നൊരു കാര്യമാണ് എൻ്റെ ഈ ചബ്ബിനെസ്, ഈ വണ്ണമുള്ള ശരീരം എന്ന് പറയുമ്പോൾ. എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നൊരു കാര്യമാണത്. കുഞ്ഞിലെയൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം പോലും ഇങ്ങനെ ചിലർ വന്നിട്ട് പറയും, ഇത്രയും വണ്ണമുള്ള കുട്ടിയല്ലേ, എന്തിനാ വീണ്ടും ഇങ്ങനെ തന്നെ കഴിക്കണേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞല്ലേ, നമുക്കതൊക്കെ ഭയങ്കര ഫീലാവും, നമ്മുടെ മനസ്സിൽ തന്നെ അത് കിടക്കും. സോ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴൊന്നും നമുക്കിങ്ങനെ ആരും പറഞ്ഞു തരാനില്ല, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. സോ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് എടുക്കണം എന്നൊന്നും നമുക്ക് ആരും പറഞ്ഞു തരില്ല. ആ സമയത്ത് എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നത്, എന്ത് വൃത്തിയിടാ കാണാൻ, ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല കാണാൻ. പിന്നെ ആ സമയത്തൊക്കെ കളിയാക്കി ഇങ്ങനെ പറയില്ലേ, കല്യാണം കഴിക്കുന്ന സമയത്ത് ആരും കാണത്തില്ല, ഇത്രയും വണ്ണമുള്ള കുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ ആരും കാണില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ലാണ്ട് നേരെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കുഴപ്പമാണ്, ഹെൽത്ത് ഇഷ്യൂസ് വരും, സോ വണ്ണം കുറയ്ക്കണം, നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആക്കണം, ഇങ്ങനെയൊന്നും നമുക്ക് നേരെ പറഞ്ഞു തരാൻ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. സോ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്ന കാര്യമാണ് എൻ്റെ ഈ ശരീരം, വണ്ണം ഉള്ള ശരീരം എന്ന് പറയുന്നത്. അതൊക്കെ പിന്നെ ഞാൻ എന്താ പറയുക, അതെനിക്കൊരു വലിയൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അതിനുശേഷം എൻ്റെ ഈ ചുരുണ്ട മുടിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി. അതൊക്കെ ഒരു വലിയ കാര്യം, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് A to Z പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസെക്യൂരിറ്റി ഉള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനതൊരു സിനാരിയോ ആയിട്ട് പറയാം. ഒരു കുഞ്ഞിലെ ഏകദേശം എന്താ പറയുക, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ ടൈമിലൊക്കെ ഏതോ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ തമാശയൊക്കെ പറയുമ്പോൾ ചിരിക്കുമല്ലോ. ഞാൻ ഭയങ്കര ഇന്നസെൻ്റായിട്ട് ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച സമയത്ത് എൻ്റെ ഏതൊരു റിലേറ്റീവ് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തു, അതായത് മോളെ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ, മോളെ ഇൻ ദ സെൻസ് മറ്റേ നമ്മുടെ ഗമ്മുണ്ടല്ലോ, അത് ഞാൻ ചിരിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും ഏകദേശം നന്നായിട്ട് മോളെ കാണുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ലൈക്ക് സിൻസിയറായിട്ട് സ്മൈൽ ചെയ്യുമ്പോൾ എൻ്റെ മോളെ കാണും. ഓക്കെ, അപ്പം എൻ്റെ മോളെ കാണാത്ത ഫോട്ടോയും ഉള്ള ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്നിൽ ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് ലൈക്ക് എൻ്റെ സറൗണ്ടിങ്സിനെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഞാൻ വളരെ സന്തോഷമായിട്ട് ചിരിക്കുന്നൊരു പിക്കായിരിക്കും അത്. ഓൺ ദ അതർ ഹാൻഡ് മറ്റേ മോളെ കാണാത്ത ഫോട്ടോ ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് അത് കാണാൻ പാടില്ല, അത് കൊള്ളില്ല എന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഞാൻ വച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കും. സോ ജെന്യുവൻലി ഞാൻ ഹാപ്പി ആയിരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളെ കാണിച്ച് ചിരിക്കുമ്പോൾ തന്നെയാണ്. ബിക്കോസ് ഞാൻ ആ സമയത്ത് ഒന്നും ആലോചിക്കുന്നില്ല, ജസ്റ്റ് ആ കോമഡി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഹാപ്പിനെസ് മാത്രമേ എപ്പോഴുള്ളൂ. ഓക്കെ, അപ്പം ഈ റിലേറ്റീവ് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. ഐ വാസ് ലൈക്ക്, അയ്യോ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാണാൻ എന്തെങ്കിലും വൃത്തികേടാണോ എന്നൊക്കെ ഇതായി. അതിനുശേഷം ഞാൻ ചിരിച്ചു, ഞാൻ ഇല്ലയെന്ന് പറയണില്ല, ചിരിച്ചു. പക്ഷേ ഐ വാസ് നോട്ട് ജെന്യുവൻലി സ്മൈലിങ്. ഐ വാസ് വെരി കോൺഷ്യസ് അബൌട്ട് ദിസ് തിങ്. ലൈക്ക് ഞാൻ ഇനി ചിരിക്കുമ്പോൾ അങ്ങനെ ചിരിക്കരുത്, കുറച്ച് ചെറുതായിട്ട് വേണം ചിരിക്കാൻ, സോ ദാറ്റ് അങ്ങനെ മോളെയൊന്നും കാണരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ആ സമയത്ത് ഫുൾ ചിരിച്ചത്. അപ്പോൾ ലൈക്ക് അതിനുശേഷം ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കാൻ വളരെ ഇതായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വളരെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച മൊമെൻറ്റ്സ് പോലും ഞാനിങ്ങനെ
ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ മോളെ കാണുന്നുണ്ട്, അത് വൃത്തികേടല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് പോകുമായിരുന്നു. പിന്നെ നമ്മൾ അപ്പോഴും നമുക്കൊന്നും ഇത് ഇൻസെക്യൂരിറ്റി ആണ്, ഇത് നമ്മൾ അങ്ങനെയൊന്നും നോക്കണ്ട, ഇൻസെക്യൂരിറ്റിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്, അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മളപ്പോൾ ആ സമയത്ത് സ്കൂൾ ഇത് അങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മോട്ടിവേഷണൽ കോച്ച് അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു കോളേജൊക്കെ ആയി, സ്കൂളിലൊരു 11th 12th ആയപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഈ ഫോൺ കിട്ടാൻ തുടങ്ങി, നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ യൂട്യൂബ്സ് എടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഈ മോട്ടിവേഷണൽ കോട്ട്സും അല്ലാതെ ഇങ്ങനെ ഓരോ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള വ്ളോഗ്സും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നമുക്കിങ്ങനെ നമ്മളൊരു കോളേജ് വസന്തമൊക്കെ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ പതിയെ മനസ്സിലാവുമല്ലോ, എന്താ ഇതിങ്ങനെയൊന്നും അല്ല, ഇത് ഇങ്ങനെയാണ്, നമ്മുടെ ബോഡിക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇൻസെക്യൂരിറ്റി ഇത്രയും നമ്മളുടെ ഒരു നെഗറ്റീവ് അല്ല, നമ്മുടെ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു നെഗറ്റീവ് അല്ല എന്നുള്ളൊരു സംഭവമൊക്കെ ഞാൻ കോളേജിലൊക്കെ കയറാൻ തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, വണ്ണമൊക്കെ ഡയറ്റ് ചെയ്ത് നമുക്ക് കുറയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആക്കാനാണ് ഞാൻ ട്രൈ ചെയ്തത്. ഓക്കെ, പിന്നെ എനിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ച് ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ണം കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനൊരു ഏകദേശം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇത്രയായിരുന്നു. ഇപ്പോഴും ഭയങ്കര സ്ലിമ്മാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യത്തിന് അന്നത്തേനും കാട്ടി ബെറ്ററാണ്. ഓക്കെ, അതിനുശേഷം ഈ മോണയുടെ കാര്യമൊന്നും നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു, പണ്ടിങ്ങനെ എല്ലാവരും പോയിൻ്റ് ഔട്ടൊക്കെ ചെയ്യുമ്പോൾ ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇങ്ങനെ കളിയാക്കുമ്പോഴൊക്കെ എനിക്ക് ഫീലാവും, ഇപ്പോഴും ഫീലൊക്കെ ആവും, ബട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇതിനെയും കാട്ടി മുകളിലാണല്ലോ. നമ്മളിങ്ങനെ പറയും ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് വെച്ചാൽ അവരെങ്ങനെ പലതും പറയും, ദാറ്റ് ഡസൻറ്റ് ഡിഫൈൻ മീ, ലൈക്ക് ഒരിക്കലും എന്നെ ഒരിക്കലും ഡിഫൈൻ ചെയ്യുന്നില്ല, ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയും, സോ അവരെന്ത് വേണോ പറഞ്ഞുകൊണ്ട് പോട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങി. പണ്ട് എനിക്കില്ലാതിരുന്നത് ആ മൈൻഡ് സെറ്റാണ്, ഇപ്പം എനിക്കുള്ളത് ആ മൈൻഡ് സെറ്റാണ്. അല്ലാണ്ട് ആ ഒരു സാധനം എൻ്റെ ബോഡിയിൽ നിന്നോ എൻ്റെ ലൈഫിൽ നിന്നോ പോയിട്ടില്ല. എക്സ്ട്രാ എൻ്റെ മൈൻഡ് സെറ്റ് ആഡ് ആയപ്പോഴാണ് അത് ശരിയായത്. സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം മറ്റൊരാളുടെ കോൺഫിഡൻസ് പോകരുത്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഒരാളെ നോക്കി കമൻറ്റ് ചെയ്യാൻ പറ്റും, നീ വണ്ണം വെച്ചല്ലോ, നിൻ്റെ ലൈക്ക് സ്കിൻ ടാൻ ആയല്ലോ, മുഖക്കുരു വന്നല്ലോ, ഇങ്ങനെ ഓരോന്നും നമുക്ക് പറഞ്ഞിട്ടങ്ങ് പോവാം. നമ്മൾ പറഞ്ഞിട്ട് പോവും, നമ്മൾ ചിരിച്ചിട്ടങ്ങ് പോവും. പക്ഷേ ഈ നമ്മൾ പറയുന്ന കമൻറ്റ്സ് അവരുടെ മനസ്സിൽ എത്ര നാൾ കിടക്കുമെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. ലൈക്ക് ഞാൻ പോലും എൻ്റെ വളരെ ചൈൽഡ്ഹുഡിൽ നടന്നൊരു ഇൻസിഡൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ബട്ട് സ്റ്റിൽ അതെനിക്ക് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഞാൻ ചിരിക്കുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ചിരിക്കുന്നത്. ആ ഒരു കമൻറ്റ് എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഫോട്ടോസിലും ഞാൻ വളരെ ജെന്യുവനായിട്ട് സ്മൈൽ ചെയ്യുന്ന ഫോട്ടോസ് കിട്ടിയാണ്. പക്ഷേ സ്റ്റിൽ അതെന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അത്രയും കുഞ്ഞിലെ കേട്ടൊരു കാര്യം പോലും ഞാനിപ്പം പറഞ്ഞ മൈൻഡ് സെറ്റൊക്കെ വന്നെങ്കിൽ കൂടിയും സ്റ്റിൽ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കമൻറ്റ്സ് പറഞ്ഞ് നമ്മൾ ചിരിച്ചിട്ട് അവരും ചിരിച്ചു കളഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. പക്ഷേ വി ഡോണ്ട് നോ ഹൗ മച്ച് ദാറ്റ് ലൈക്ക് ദോസ് വേർഡ്സ് ജസ്റ്റ് സ്റ്റേ ഇൻ ദെയർ മൈൻഡ്സ്. ലൈക്ക് നമുക്ക് പറയാൻ പറ്റില്ല എത്ര നാൾ അവരുടെ മനസ്സിൽ അത് കിടക്കും, അത് എത്രത്തോളം അവരുടെ കോൺഫിഡൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നു. നമ്മൾ കാരണം ഒരിക്കലും ഒരാളുടെ കോൺഫിഡൻസ് കുറയാണ്ടിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം. ബിക്കോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വേഴ്സ്റ്റാണിത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ നോക്കുക, മാക്സിമം കൂട്ടാൻ നോക്കുക. പക്ഷെ ഒരിക്കലും അവരുടെ ഫ്ലോസ് എടുത്ത് പറയാനോ ഒരിക്കലും നിൽക്കരുത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഫ്ലോസ് എന്താണെന്നുള്ളത്. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ചബ്ബിയായിട്ടുള്ള ശരീരത്തിനുടമയാണ്. സോ എന്നെ എല്ലാവരും അങ്ങനെയായിരിക്കും കാണുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ വൺസ് വെൻ someone points that out, I will get conscious about it. ഞാൻ അപ്പോഴത്തെ കുറച്ച് നേരത്തേക്ക് ഞാൻ ഭയങ്കര ആയിരിക്കും. ലൈക്ക് ഞാനിങ്ങനെ വിചാരിക്കും, വൈ ഡു ദേ കെയർ, എന്തിനവരവിടെ പോയിന്റ് ഔട്ട് ചെയ്തു. ലൈക്ക് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് till then, but when someone suddenly points that out, I'll get oh my god. അപ്പോൾ എല്ലാ ഫ്യൂസും അടിച്ചപ്പോൾ. സോ ഐ തിങ്ക് you shouldn't let
anyone feel bad when you are around. You shouldn't let them feel that. ലൈക്ക് നമ്മളിപ്പം എന്ത് ചെയ്യുവാണെങ്കിൽ പോലും അത് അവരുടെ കോൺഫിഡൻസ് കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻസ്പയറിങ് ആവാനോ ട്രൈ ചെയ്യുക. ഒരിക്കലും നമ്മുടെ കമൻസ് കാരണം അവരുടെ ഒരു ലൈഫ് ഫുൾ അവരിങ്ങനെ മനസ്സിലത് വച്ചിട്ട് നടക്കരുത്. ഒരിക്കലും ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നെഗറ്റീവ് അല്ല, അത് മനസ്സിലാക്കുക. ഒരിക്കലും നമ്മുടെ ഒരു നെഗറ്റീവ് അല്ല ഇൻസെക്യൂരിറ്റി. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ബോഡി എങ്ങനെയാണോ, നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ, എല്ലാം നമ്മുടെ ഒരു സ്ട്രക്ചറാണത്. ദാറ്റ് ഡിഫൈൻസ് അസ് എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ എൻ്റെ ഈ ചുരുണ്ട മുടിയാണെങ്കിലും എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. എൻ്റെ ഈ ഗം ലൈക്ക് സ്മൈൽ ചെയ്യുമ്പോൾ ഉള്ള ഗം അതെൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. എൻ്റെ ഈ ബോഡി സ്ട്രക്ചർ ആണെങ്കിലും അതെൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ബെറ്റർ ആവണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് ബെറ്റർ ആക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് വെച്ച് ഒരിക്കലും മാറാതിരിക്കുക. ഓക്കെ, ദെയർ സ്റ്റാൻഡേർഡ്സ് ഡസൻ ഡിഫൈൻ അസ്. ഓക്കെ, അപ്പം നമ്മൾ കാരണം ഒരിക്കലും മറ്റുള്ളവർ ബാഡായിട്ട് ഫീൽ ആവാതിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക. നമ്മളിൽ കോൺഫിഡൻ്റ് ആവാൻ വേറെ ആരും കിട്ടില്ല. ഓക്കെ, ലൈഫിൽ നമ്മളല്ലാണ്ട് നമുക്ക് വേറെ ആരും കാണില്ല എന്ന് വെച്ചാൽ വേറെ ആരും കാണില്ല. ഐ അഷ്വർ യു ദാറ്റ്. സോ ഏറ്റവും നമ്മളെ തന്നെ ലവ് ചെയ്യുക, നമ്മളെ തന്നെ കോൺഫിഡൻ്റ് ആക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർ പലത് പറഞ്ഞാലും ഡോണ്ട് കെയർ, യു ജസ്റ്റ് ഡോണ്ട് കെയർ. നമ്മളിപ്പം വിചാരിക്കും, ഇപ്പം നമ്മുടെ ഇൻസെക്യൂരിറ്റീസ്, നമ്മളിപ്പോൾ ഒരാളുടെ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കുമ്പോൾ ആ ആൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഇൻസെക്യൂരിറ്റി ആയിരിക്കുമെന്ന് നമുക്ക് തോന്നും. അല്ല, തെറ്റാണത്, വളരെ തെറ്റാണ്. പെട്ടെന്ന് ഒരാൾ എന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഒരുവിധം സംസാരിക്കുക ആവുമ്പോഴായിരിക്കും ആൾക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നത്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ അവരുടെ കോമൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ്സ് ഒരിക്കലും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നില്ല. വി നോ വാട്ട് വി ആർ ആൻഡ് വി നോ വാട്ട് വി ആർ കേപ്പബിൾ ഓഫ്. സോ അതെല്ലാം നമ്മൾ കൊണ്ടുനടക്കുക. സോ എനിക്ക് പറയാനുണ്ടായിരുന്ന 2 കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇനഫാണ്, മോർ ദാൻ ഇനഫാണ്. നമുക്ക് ബെറ്റർ ആവണമെന്ന് നമുക്കുള്ളിൽ നിന്ന് തന്നെ തോന്നുകയാണെങ്കിൽ മാത്രം ബെറ്റർ ആവുക. അല്ലാണ്ട് മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ കോമൻറ്റ് കേട്ടിട്ടോ നമ്മളെ തന്നെ ഒരുപാട് നമ്മളിൽ ഹാർഷാവാണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ കാരണം ഒരിക്കലും മറ്റൊരാൾ ബാഡായിട്ട് ഫീൽ ആവരുത്. ഓക്കെ, നമ്മൾ കാരണം മറ്റൊരാളുടെ കോൺഫിഡൻസ് ഒരിക്കലും പോകരുത്. സോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സംസാരം. മതിയാക്കല്ലേ. ഞാനിത് വളരെ അപ്രതീക്ഷിതമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ആൻഡ് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണിത്. ബിക്കോസ് റീസെൻ്റ്ലി എനിക്കുണ്ടായ ഇൻസിഡൻ്റ് അല്ല, ഞാൻ റാൻഡംലി അറിയാണ്ട് കോയിൻസിഡൻ്റലി കേട്ടൊരു കാര്യമാണിത്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോഴാണ് ഐ തോട്ട് എന്നെയും എത്രത്തോളം ആ ഒരു കൊച്ചിലെ ഞാൻ കേട്ടിട്ടുള്ള പല കമൻസ് കാരണം എനിക്ക് ട്രോമയാണ് അതൊക്കെ. അയ്യോ, എനിക്ക് ആലോചിക്കുമ്പോഴേ ഞാനിങ്ങനെ വിചാരിക്കും, കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സുഖം. അപ്പോൾ ഞാൻ ഒരിക്കലും മറ്റൊരാളെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കില്ല, നിങ്ങളും ഫീൽ ചെയ്യിപ്പിക്കരുത്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്കിങ്ങനെ ചില പറ സംസാരിക്കാം. ഓക്കെ, ബൈ ബൈ.